നവലേട്ടാ, നവലേട്ടാ, ഗംഗേ, ഗംഗേ, നവലേട്ടാ, ഒന്നൊന്നേ. ആരും വാതിൽ മുട്ടുന്നു. ശ്രീദേവി ചേച്ചിയാണെന്നാ തോന്നുന്നേ. നവലേട്ടാ, നവലേട്ടാ. എന്താ നവലേട്ടാ, ഒന്ന് വന്നേ. ആ ശാന്തമ്മ എന്തോ കണ്ട് പേടിച്ച് നിലവിളിക്കുന്നു. അവൾക്ക് വല്ലാത്ത ശ്വാസം മുട്ടും നെഞ്ചുവേദനയും. എന്താ എന്തു പറ്റി? ഏതാണ്ട് കണ്ട് പേടിച്ചെന്നാ പറയുന്നേ. എന്തു പറ്റി ശാന്തേ? എങ്ങാണ്ട് ഒരു ചെലങ്കയുടെ ശബ്ദം കേട്ടാ ഞാൻ ഉണർന്നത്. നോക്കിയപ്പോ ജനലിൽ ഒരുത്തി മുടി അഴിച്ചിട്ട് നിൽക്കുന്നു. ചുമ്മാ നിങ്ങൾക്കൊക്കെ വെറുതെ ഓരോന്ന് തോന്നുന്നതാ. രാത്രി അതും ഇതും ആലോചിച്ച് കിടന്നിട്ടാ. പേടിയുണ്ടെങ്കിൽ അടുത്ത മുറിയിലെങ്ങാണ്. എന്താ എന്ത് പറ്റി? ഇതാരും അറിഞ്ഞ് പൊട്ടിച്ചിരിക്കണു. വെറുതെ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇവിടെ ഇപ്പൊ ആരാ മുടി അഴിച്ചിട്ട് നടക്കാനും ഇതൊക്കെ എറിഞ്ഞുടയ്ക്കാനും? ചുമ്മാ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി ഉള്ള ജോലി ഇല്ലാതാക്കാൻ നോക്കണ്ട. പറഞ്ഞേക്കാം. വാ ശ്രീദേവി, ഇങ്ങ പോര്. ചന്തു, ആരായി സ്ത്രീകളെയൊക്കെ ഏർപ്പാടാക്കിയത്? ഉണ്ണിത്തന്നെ മോല. എന്നാ ചിറ്റപ്പനോട് പറഞ്ഞേക്ക് എത്രയും പെട്ടെന്ന് ഇവരെയൊക്കെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ. ഇങ്ങനെയുള്ളവരായി കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കുന്നത്. മാടമ്പള്ളി യക്ഷിയുണ്ട്, ചാത്തനുണ്ട്, മാടനുണ്ട്, ഭൂതമുണ്ട്. ചന്തു പോയി കിടന്നോളൂ. നാളെ അന്വേഷിക്കാം. ചെല്ലേ ശ്രീദേവി, വയ്ക്കോ. പേടിക്കണ്ട, കിടന്നോളൂ. മുൻകൂർ ഒരു കാര്യം പറഞ്ഞേക്കാം. ചിറ്റപ്പ അത് പറ്റത്തില്ല എന്ന് മിണ്ടിയേക്കരുത്. ഞങ്ങൾ പറയണത് അക്ഷരം മൃദംഗം അനുസരിച്ചാ മതി. എന്താ എന്താ കാര്യം? ഗംഗയും നഗലൻകുട്ടിയും ഇന്ന് തന്നെ ഇവിടുന്ന് താമസം മാറ്റണം. എന്തിന്? എന്തൊക്കെയോ ദോഷങ്ങളുള്ള വീടാ നഗലൻകുട്ടി ഇത്. ഇനി ഇപ്പൊ പരീക്ഷിക്കാനൊന്നും നിൽക്കണ്ട. വേണ്ട പരിഹാരം ഒക്കെ ചെയ്തിട്ട് മതി ഇനി ഇവിടുത്തെ താമസം. നോക്ക്, ശാരദ ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ഗുണദോഷിക്കാൻ ഇന്നിവിടെ ഞാൻ മാത്രല്ലേ ഉള്ളൂ. നിങ്ങളോടെല്ലാം വേറൊരു കാര്യം പറയണമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. താനൊന്നും പറയണ്ട, ഞങ്ങൾ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. തർക്കിച്ചു നിൽക്കാനുള്ള സമയമല്ല ഇത്. അമ്മാവ, നിങ്ങളൊക്കെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന്. ഗംഗയില്ലേ ഇത്? എന്തു പറ്റി? ഗംഗേ, സാരിയെല്ലാം കത്തി. ഗംഗേ, ഗംഗേ, ഗംഗേ.
ഗംഗേ 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 എന്തു പറ്റി? എന്തു പറ്റി? നകുലേട്ടാ, വേണ്ട വേണ്ട, കിടന്നോളൂ. എന്താ പറ്റി? എന്തു പറ്റി? എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നകുലേട്ടാ. സാരിത്തുമ്പോ കൊറേ കത്തി കഴിഞ്ഞിട്ടാ ഞാൻ അറിയുന്നത്. എവിടെ വെച്ചായിരുന്നു? ഞാൻ അടുക്കളയിലോട്ട് പോയിട്ടേ ഇല്ല, വരാന്തയിൽ നിൽക്കായിരുന്നു. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? വേറെ ആരുമില്ലായിരുന്നു, ഞാനും ശ്രീദേവിച്ചി മാത്രം. ഇപ്പൊ അങ്ങനെയുണ്ട്. എനിക്കൊന്നുമില്ല, നകുലേട്ടൻ പൊയ്ക്കോളൂ. അല്ലി, ഒരു സാരിങ് എടുത്ത്. അമ്മാവനും നിങ്ങൾ വന്നേ. എന്താണോ? ഞാൻ ചോദിക്കുന്നോണ്ട് അമ്മാവനൊന്നും തോന്നരുത്. എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി. അതിവിടെ അമ്മാവനോടല്ലാതെ വേറെ ആരോടാണ് ഞാൻ പറയേണ്ടത്? താൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം തുറന്നു പറയടോ. ഞാൻ അമ്മാവനോട് ചോദിക്കുന്നത്, ശ്രീദേവിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ വല്ല മാനസിക പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോന്ന്. അല്ല, അമ്മാവൻ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തുറന്നു പറയണം. നമുക്ക് നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ. താൻ എന്തുവാടോ ഈ പറയുന്നേ? താനും തന്റെ ആ പരിഷ്കാരി പെണ്ണും കൂടെ ഇവിടെ കാണിച്ച നിഷേധത്തിന്റെ ദുശ്ശകനങ്ങളാണോ ആ കണ്ടതൊക്കെ? അത് ശ്രീദേവി എന്തിനാ ചികിത്സിക്കുന്നേ? ഇന്നലെ രാത്രി ഇവിടെ ചില സംഭവങ്ങളൊക്കെ നടന്നു. താൻ അറിഞ്ഞോ? താനൊന്നും സമ്മതിക്കാതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ആരും അറിയാതെ ഒരു കർമ്മം നടത്തി ആ തെക്കിന് ബന്ധിക്കണമെന്ന് വെച്ച് ഇന്നലെ അർദ്ധരാത്രി ഞങ്ങളവിടെ വന്നത്. ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്കറിയോ? പറഞ്ഞാൽ താൻ വിശ്വസിക്കുവോ? ഇടോ, തെക്കിനിയിലെ തമിഴത്തിയെ ഞങ്ങൾ നേരി കണ്ടടോ. ദാസപ്പനും കാട്ടുപറമ്പനും ഒക്കെ സാക്ഷികളാ. ഓ, അപ്പൊ കാണുകയും ചെയ്തു. ഇനിയിപ്പോ സംശയം വേണ്ട. ഇവിടുള്ള എല്ലാവർക്കും എന്താ പറയാ? താൻ എന്തുവാടോ തലയും വാലും ഇല്ലാതെ പിന്നെ ഓരോന്നൊക്കെ പറയുന്നത്? ശ്രീദേവിക്ക് എന്തോ പറ്റിയെന്നാ? ഇടോ, ഈ തറവാട്ടിൽ തലമൂത്ത ആളെന്നുള്ള നിലയ്ക്ക് എനിക്കിവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് താൻ അവിടെ താമസിച്ചാൽ മതി. താൻ ഇന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങുന്നോ ഇല്ലയോ ഇപ്പൊ അറിയണം. ഇല്ല, ഞാനും ഗംഗ ഇവിടുന്ന് മാറുന്ന പ്രശ്നമില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മാവൻ എന്താ വെച്ചാൽ അങ്ങ് ചെയ്തോളൂ. പക്ഷെ ശ്രീദേവിയുടെ കാര്യത്തിൽ ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ എന്താ കാര്യം? അയാൾ ഇവിടുന്ന് മാറുന്ന പ്രശ്നമില്ലാന്ന്. രക്തം കുടിക്കാൻ തക്കം പാത്തിരിക്കുന്ന പ്രേതാത്മാക്കളെ തുറന്നു വിട്ടതൊന്നും അയാൾക്കൊരു പ്രശ്നമല്ല. അയാളുടെ നോട്ടത്തിൽ എന്റെ മോൾ ശ്രീദേവിക്കാണ് ഇപ്പൊ കുഴപ്പം. ശ്രീദേവിക്കോ? ശ്രീദേവിക്ക് ഇപ്പൊ എന്താ കുഴപ്പം? ആ, അത് അയാളോട് തന്നെ പോയി ചോദിക്കണം. ശ്രീദേവിക്ക് ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ കുഴപ്പമുണ്ടാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നാൽ അതൊന്നും അറിയണല്ലോ തമ്പിളിയ. ഇപ്പിടിത്രേക്കല്ലേ പറ്റിയുള്ളൂ. ഞാനിപ്പോ കണ്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്താ നടക്കുക? ചോദിച്ചത് കേട്ടില്ലേ? അയ്യോ, ഞങ്ങൾ ആരും അതെ തൊട്ടത് പോലും ഇല്ല. ഞങ്ങൾ ആരും തൊട്ടത് പോലും ഇല്ല. വേണ്ട വേണ്ട, ഇനി ഇപ്പൊ അതും ഇതും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. ഇനി മേലെ ഇവിടെ ആരും ഗ്യാസിൽ പണിയണ്ട. തീർന്നല്ലോ. ആ മണ്ണെണ്ണ സ്റ്റവ് അങ്ങോട്ട് കത്തിച്ചേ. എന്താ മാവാ? ഇല്ല, ഒന്നുമില്ല. എന്താ മാവാ? അളിയോ, അല്ല, നഗലൻകുട്ടി ആ പറഞ്ഞത് പരിചിതം അങ്ങോട്ട് ഉപേക്ഷിക്കണ്ട. ശ്രീദേവിക്ക് ഇപ്പൊ എന്തോ കുഴപ്പമുണ്ട്. കുഴപ്പമുണ്ട്. ഇന്നലെ തെക്കിനീന്ന് ഇറങ്ങിയ തമിഴത്തി വെറുതെ അങ്ങോട്ട് പോകുന്നില്ല. അത് ശ്രീദേവിയെ പിടികൂടിയിട്ടുണ്ടോന്നൊരു സംശയം. ഒരു ലക്ക് കെട്ട മട്ട. വന്നേ വന്നേ, എല്ലാവരും വന്ന് നോക്കി വാ. എന്താ എന്താ?
ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല. ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ. എന്താ എന്താ അച്ഛാ? മോളെ, എന്താ അമ്മേ? എന്താ അമ്മാവാ? ഒന്നുമില്ല. എന്താ അപ്പച്ചി? എന്താടി പറയടി. ഹലോ, ഐ വോണ്ട് ഡോക്ടർ സണ്ണി ഹിയർ. ഇവിടെ ആകെ പ്രശ്നമാണ്. ഡേ ബൈ ഡേ പേഷ്യന്റിന്റെ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സഹായിച്ചില്ലെങ്കിൽ പിന്നെ അവൻ എന്തിനായി സൈക്യാട്രി എന്ന് പറഞ്ഞ് നടക്കുന്നത്? പ്ലീസ് അവനെ ഒന്ന് അറിയിക്കൂ. വല്യേട്ടൻ ശ്രീദേവി ആദ്യം നകുലിന് വേണ്ടിയിട്ടൊന്ന് ആലോചിച്ചതാ. ചൊവ്വാദോഷമുള്ള ജാതകമാണ് ശ്രീദേവിയുടെ. എന്നാൽ നകുലിന്റെ ജാതകമായിട്ട് നല്ല പൊരുത്തായിരുന്നു. പക്ഷെ എന്തോ ശാരേച്ചിക്ക് ആ ബന്ധം തീരെ ഇഷ്ടായില്ല. ആ വാശിക്ക ചൊവ്വാദോഷം ഉണ്ടെന്ന് അറിയിക്കാതെ നകുലിന്റെ വിവാഹത്തിന്റെ അന്ന് തന്നെ ശ്രീദേവിയെ ധൃതി പിടിച്ച് കെട്ടിച്ചത്. ഒടുവിൽ എങ്ങനെയോ കാര്യം അറിഞ്ഞപ്പോ ചെക്കൻ പെണ്ണിനെ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അന്ന് മുതൽ ശ്രീദേവി വീട്ടിൽ കയറി ഇരിപ്പായതാ. പിന്നെ നിങ്ങളൊക്കെ വന്നതിന് ശേഷമായി ഉത്സാഹം. ഇതിപ്പോ അതേ ഇങ്ങനെയായി. വിധി എന്നല്ല അതിനൊക്കെ എന്താ പറയാ. തെക്കിനീന്ന് ഇറങ്ങിയ തമിഴത്തി ശ്രീദേവിയുടെ ദേഹത്ത് കയറിയ സ്ഥിതിക്ക് കൂടെ ഉണ്ടായിരുന്ന കാർന്നൂരും ഇവിടെയൊക്കെ തന്നെ കാണണല്ലോ. വേണ്ട, അടുത്തു വരണ്ട. കാർന്നോരെ കുത്തും. കൊടയാ എന്റെ കയ്യിലിരിക്കണേ. ഞാൻ ഇവിടുത്തെ സംബന്ധക്കാരനാ, ബാസുരിയുടെ ഭർത്താവ്. എന്നോട് വേണ്ട, കളിക്കണ്ടോ. ഞാൻ പറഞ്ഞു. അടുക്കരുത്. കാർന്നോരെ എന്റെ അടുത്ത് മാത്രം അടുക്കരുത്. കൊട്ടയിലുള്ള കളി എന്നോട് വേണ്ട. ഞാൻ ഇവിടുത്തെ ബന്ധുവാണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു. എന്റെ മേത്ത് കയറി കളിച്ചിട്ട് നിനക്ക് എന്താ കാര്യം? ചോരി നീരുള്ള ഒരുപാട് പേരില്ലേ ഇവിടെ? എന്താ എന്താ അമ്മാവാ? അമ്മാവനോ? ആരമ്മാവൻ? എവിടുത്തെ അമ്മാവൻ? അളിയോ, തമ്പിളിയോ? ആരാ ഇവിടെ ഇങ്ങനെ തുറന്നു വിട്ടത്? എന്താ അമ്മാവാ? അമ്മാവാന്ന് നീ എന്നെ വിളിക്കരുത് ശ്രീദേവി. അമ്മാവനെ തമിഴത്തി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. അമ്മാവാ അടുക്കരുത്, അടുക്കൂടാതെ. ഞാൻ മോശക്കാരനക്ക് മോശക്കാരൻ. അമ്മാവൻ സൊല്ലുത് തട്ടാതെ മര്യാദക്ക് പോയിട്. അളിയോ, തമ്പിളിയോ, ഒന്നും ഇങ്ങോട്ട് വന്നേ. എന്ത്